ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തീയ സഹോദരിയുടെ ക്യാരക്ടർ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ പഠനം ബർന്നബാസ് എന്ന കഥാപാത്രത്തെക്കുറിച്ചാണല്ലോ. ഇന്ന് ബർന്നബാസും മർക്കോസും തമ്മിലുള്ള ആ കൂട്ടായ ബന്ധത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ബർന്നബാസിൻ്റെ മച്ചുനൻ അല്ലെങ്കിൽ കസിൻ ആണ് യോഹന്നാൻ എന്ന മർക്കോസ്. കൊലോസ്യർ 4:10. ബർന്നബാസ് പരിചയസമ്പന്നനും വിശ്വസ്തനുമായ ഒരു ഉപദേഷ്ടാവ് അല്ലെങ്കിൽ മാർഗദർശി ആയിരുന്നു മർക്കോസിന്. മർക്കോസിൻ്റെ അമ്മ മറിയ യെരുശലേമിലെ സഭയിലെ അറിയപ്പെട്ട ഒരു സഹോദരി ആയിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 12:12. യോഹന്നാൻ എന്ന മർക്കോസിൻ്റെ വീട്ടിൽ സഭാ കൂടിവരവും പ്രാർത്ഥനായോഗവും നടക്കാറുണ്ട്. പത്രോസ് ജയിലിലായിരുന്നപ്പോൾ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും ഈ മറിയയുടെയും യോഹന്നാൻ എന്ന മർക്കോസിൻ്റെയും വീട്ടിലായിരുന്നു. ബർന്നബാസും ശൗലും അന്ത്യോക്യ സഭയിൽ നിന്നും കൊടുത്തയച്ച സഹായം യെരുശലേമിലെ മൂപ്പന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മടങ്ങിപ്പോവുമ്പോൾ മർക്കോസിനെ കൂട്ടിക്കൊണ്ട് അന്ത്യോക്യയിലേക്ക് പോയതായി നാം അപ്പോസ്തലപ്രവൃത്തി 12:24 വായിക്കുന്നു. ഇവർ 3 പേരും അന്ത്യോക്യയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു. അപ്പോസ്തലനായ പൗലോസിനെയും ബർന്നബാസിനെയും പരിശുദ്ധാത്മാവ് സുവിശേഷ വേലയ്ക്കായി തിരഞ്ഞെടുത്തു. അങ്ങനെ അവർ 1-ാം മിഷണറി യാത്ര ആരംഭിച്ചു. ആ 1-ാം മിഷണറി യാത്രയിൽ അവർ മർക്കോസിനെയും കൂടെ ചേർത്തു. അവരുടെ സുവിശേഷ പ്രവർത്തനം വളരെ ശുഷ്കാന്തിയോടെ നടന്നു. മിഷണറി യാത്രയിൽ പഫുല്യ ദേശത്തിലെ പെർഗയിൽ യോഹന്നാൻ എന്ന മർക്കോസ് ബർന്നബാസിനെയും പൗലോസിനെയും വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. കാരണം രേഖപ്പെടുത്തിയിട്ടില്ല ബൈബിളിൽ. പെർഗയിലെ കാലാവസ്ഥയോ അസുഖമോ ആയിരിക്കുമെന്ന് അഭിപ്രായമുണ്ട്. 2ാമത്തെ മിഷണറി യാത്രയെക്കുറിച്ച് പൗലോസും ബർന്നബാസും തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ ബർന്നബാസ് മർക്കോസിനെ കുറിച്ച് ഓർക്കുകയും മർക്കോസിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ പൗലോസ് സമ്മതിച്ചില്ല. കാരണം പെർഗയിൽ നിന്ന് സുവിശേഷ പ്രവർത്തനത്തിന് വരാതെ വിട്ടുപോയ മർക്കോസിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. വിശാല മനസ്സുള്ള ബർന്നബാസ് ഒരു തോൽവി സംഭവിച്ച മർക്കോസിനോട് ക്ഷമിച്ച് ഒരവസരം കൂടി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മർക്കോസിനെ തന്നോടുകൂടെ കൂട്ടി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസോ ശീലാസിനെ തിരഞ്ഞെടുത്ത് സഹോദരന്മാരാൽ കർത്താവിൻ്റെ കൃപയിൽ ഫലമേൽപ്പിക്കപ്പെട്ടിട്ട് സുറിയ, കിലിക്യ ദേശങ്ങളിലേക്ക് യാത്ര പുറപ്പെട്ടു. പൗലോസും ബർന്നബാസും 2 സ്ഥലത്തേക്ക് പിരിഞ്ഞു പോയെങ്കിലും സുവിശേഷ വേലയിൽ ശുഷ്കാന്തിയുള്ളവരായി അവർ വേല ചെയ്തു. പിന്നീട് അപ്പോസ്തലനായ പൗലോസ് ഫിലോമോൻ എഴുതിയ ലേഖനത്തിൽ എൻ്റെ കൂട്ടുവേലക്കാരനായ മർക്കോസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഫിലോമോൻ 24-ാം വാക്യം. പൗലോസ് റോമയിൽ ജയിലിൽ കിടക്കുമ്പോൾ മർക്കോസിനെ കുറിച്ച് തിമത്തിയോസിനോട് സാക്ഷ്യം പറഞ്ഞത് എന്താണെന്നൊന്ന് നോക്കാം. 2 തിമത്തിയോസ് 4:11. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവൻ ആകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. കൊലോസ്യ ലേഖനത്തിലും പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മർക്കോസിനെ കൈക്കൊള്ളുവീൻ എന്നാണ്.
കൊലോസ്യർ 4:10. പ്രയോജനമുള്ള വിശ്വസ്തനായ കൂട്ടുവേലക്കാരനായി മർക്കോസിനെ പൗലോസ് എണ്ണി. ഒരുപക്ഷെ ബർന്നബാസ് പ്രോത്സാഹിപ്പിച്ച് മർക്കോസിനെ തന്നോടുകൂടെ വേലയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയില്ലായിരുന്നുവെങ്കിൽ യോഹന്നാൻ എന്ന മർക്കോസ് ഒരു പിന്മാറ്റാവസ്ഥയിലേക്ക് പോകുവാൻ ചാൻസ് ഉണ്ടായിരുന്നു. നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷവും ലഭിക്കുകയില്ലായിരുന്നു. ബർന്നബാസ് എന്ന പേരിൻ്റെ അർത്ഥം പ്രബോധനപുത്രൻ, സൺ ഓഫ് എൻകറേജ്മെൻറ്റ് എന്നാണല്ലോ. പേരുപോലെ തന്നെയായിരുന്നു ബർന്നബാസിൻ്റെ പ്രവൃത്തിയും. ബർന്നബാസിൻ്റെ പ്രോത്സാഹനം, കരുതൽ, അവസരോചിതമായ ഇടപെടൽ മർക്കോസിനെ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനാക്കി തീർത്തു. നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ വാക്ക്, പ്രവൃത്തി മറ്റുള്ളവർക്ക് ഒരു പ്രോത്സാഹനമായി തീരട്ടെ. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ അതെയോ നിരുത്സാഹപ്പെടുത്തുന്നതാണോ നമ്മുടെ വാക്കും പ്രവൃത്തിയും? ബർന്നബാസിൻ്റെ സ്വഭാവം നമ്മിൽ ഉണ്ടോ? നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവനാമം